ബഹുമാനപ്പെട്ട സ്റ്റാൻലി അച്ഛൻ, കർത്താവിൽ പ്രിയരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ചേർന്ന് വരുവാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി പ്രാർത്ഥനയുടെ 3 പ്രധാന ഭാവങ്ങൾ, 3 important aspects of prayer, ചുരുക്കമായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കും. പ്രാർത്ഥനയുടെ 3 പ്രധാന ഭാവങ്ങൾ. ഒന്നാമതായി, പ്രാർത്ഥന ദൈവ കേന്ദ്രീകൃതം ആയിരിക്കും. Prayers must be God-centered. ദൈവ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. What makes a prayer great? എന്താണ് ഒരു പ്രാർത്ഥനയെ മഹത്വമുള്ളതാക്കി തീർക്കുന്നത്? Is it because you can pray anytime? Is it because you can accomplish great things through prayer? പ്രാർത്ഥന മഹത്തരമാകുന്നത് ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ളത് കൊണ്ടാണോ, അതോ പ്രാർത്ഥനയിലൂടെ വലിയ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണോ? നോ, അതുകൊണ്ടല്ല എന്നാണ് ഉത്തരം. Prayer is great or amazing because it is the ordained communion between God and man. പിന്നെ എന്തുകൊണ്ടാണ് പ്രാർത്ഥന മഹത്തരമായി തീരുന്നത്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസർഗത്തിലൂടെയാണ് പ്രാർത്ഥന മഹത്തരമായി തീരുന്നത്. Although prayer gives us access to God's divine hand of intervention, the main purpose of prayer is to glorify God and experience His presence. പ്രാർത്ഥന ദൈവത്തിന്റെ ശക്തിയുള്ള കരത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്താൻ സഹായിക്കുമെങ്കിലും അതിനേക്കാൾ പ്രധാനം പ്രാർത്ഥനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. God has given us the privilege to ask in His presence when we pray. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവനാമത്തിൽ പലതും ചോദിക്കുവാനുള്ള ഒരു അവകാശം, ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. This alone is the greatest and most remarkable attribute of prayer. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാനുള്ള പ്രിവിലേജ്, പദവി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനമായ സംഗതി. അതുകൊണ്ട് prayer must be God-centered എന്ന് പറയുമ്പോൾ the focus is not the fulfillment of our desires, no matter how noble they may be, but the elevation of God's unspeakable glory and the execution of His perfect will. പിന്നെ എന്താണ് പ്രാർത്ഥന ദൈവ കേന്ദ്രീകൃതമായിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം? അതിന്റെ ഊന്നൽ, അതിലുള്ള ശ്രദ്ധ നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കുക എന്നുള്ളതായിരിക്കരുത്, മറിച്ച് ദൈവത്തെ ഉയർത്തുകയും ദൈവത്തിന് പറഞ്ഞു തീരാത്ത മഹത്വം കൊടുക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സന്നദ്ധരാവുകയും ചെയ്യുക എന്നുള്ളതാണ്. There are many needs on earth, but Jesus always prayed in light of His Father's glory, Father's kingdom
and Father's will. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിലും പിതാവിന്റെ ഇഷ്ടവും പിതാവിന്റെ രാജ്യത്തിന്റെ മൂല്യങ്ങളും പിതാവിനോടുള്ള സഖിത്വവും നിലനിർത്തുവാനാണ് കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. He never concentrated on focused on his earthly desires. കർത്താവ് ഒരിക്കലും തന്റെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെയും പ്രാർത്ഥന ദൈവ കേന്ദ്രീകൃതം ആയിരിക്കണം. Our prayers must be God-centered. അങ്ങനെയല്ലാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവഹിതത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഒരുങ്ങണം. ദൈവ കേന്ദ്രീകൃതമായ പ്രാർത്ഥന. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് our prayers must be rooted in faith. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വിശ്വാസത്തിൽ വേരൂന്നിയത് ആയിരിക്കും. Our prayers must be rooted in faith. When you pray, believe and not doubt. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. When you pray, believe and not doubt. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. The Lord despises doubters, but will hear the prayers of the humble. സംശയിക്കുന്നവന്റെ പ്രാർത്ഥനയെ ദൈവം നിരസിച്ചു കളയുകയും എളിയവന്റെ നിലവിളിക്ക് ദൈവം ചെവി ചായ്ക്കുകയും ചെയ്യുന്നു. Doubters should not expect anything from the Lord. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. എങ്ങനെയുള്ള മനുഷ്യൻ? സംശയിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ല. ജെയിംസ് 1:7. We know that nobody is perfect. We all having degrees, varying degrees of doubt. പ്രാർത്ഥനയിൽ ആരും പെർഫെക്റ്റ് അല്ല, പരിപൂർണരല്ല. നമുക്കറിയാം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുറെ സംശയങ്ങളും കുറെ ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. So let us pray and say, Lord, let us pray and say, Lord, I believe. Help me overcome my unbelief. അതുകൊണ്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയണം, Lord, I believe. Help me overcome my unbelief. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ അതിജീവിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ അവിടെ ഒരു പ്രത്യേക അസുഖം ബാധിച്ച് നിലത്ത് കൂടെ തള്ളിയിടപ്പെടുന്ന ഒരു ബാലനെ കുറിച്ച് പറയുന്നു. അതിന്റെ 24-ാം വാക്യത്തിൽ ഈ ബാലന്റെ അപ്പൻ കർത്താവിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. Pray with all the faith you could muster, no matter how flawed or small. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സമാഹരിക്കാവുന്ന അത്രയും വിശ്വാസം സമാഹരിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അത് അപര്യാപ്തമാണെങ്കിലും കുറവുള്ളതാണെങ്കിലും സമാഹരിക്കാവുന്ന അത്രയും വിശ്വാസം സമാഹരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. Pray with all the faith you could muster, no matter how flawed or small.
For even if your faith is as small as a mustard seed, you can say to a mulberry tree to be uprooted and be planted in the sea, and it will obey you. Lucas 17:6. Luke 17:6. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അതുകൊണ്ട് the quality of our faith matters little in the kingdom of God. നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണനിലവാരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. The quality of our faith, നമ്മുടെ വിശ്വാസത്തിന്റെ ഗുണനിലവാരം അനുസരിച്ചാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത്. The quality of your faith, the ability to genuinely say, Lord, I believe, even if things are not going as planned, is what truly matters. ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിലും കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ് പ്രാർത്ഥനയുടേത്? രണ്ടാമത്തെ ആസ്പെക്ട്, our prayers must be rooted in faith. നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തിൽ വേരൂന്നിയത് ആയിരിക്കണം. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, prayers must be unceasing. പ്രാർത്ഥന ഇടവിടാതെയുള്ളത് ആയിരിക്കും. Pray without ceasing. Unceasing prayer, ഇടതടവില്ലാത്ത പ്രാർത്ഥന. Labor ends, difficulties cease, but not prayer. Labor ends, difficulties cease, but not prayer. നമ്മുടെ അധ്വാനങ്ങൾ അവസാനിക്കും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരും, പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും തീരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. Pray without ceasing. It is the lifestyle of a believer. Wherever you are and whatever situation you are in. അതുകൊണ്ട് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. Prayer is not a hotline to be used during emergencies only. പ്രാർത്ഥന അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു ഫോൺ കണക്ഷനായിട്ട് ആരും കരുതരുത്. Prayer is not a hotline to be used during emergencies only. Pray without ceasing is the 3-word command of the Holy Spirit through the Apostle Paul. അപ്പോസ്തലനായ പൗലോസിലൂടെ നമുക്ക് ദൈവം തന്ന 3 വാക്കുകളുള്ള ഒരു കൽപ്പനയാണ് എന്ത്? Pray without ceasing. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. Like Jacob, persist in prayer even if it means dislocating your hip joint. എങ്ങനെയാണ്? യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കും. തുടയുടെ തടം ഉളുക്കിപ്പോയാലും മുടങ്ങാതെ പ്രാർത്ഥിക്കും. Like Jacob, persist in prayer even if it means dislocating your hip joint.
അവിടെ യാക്കോബിന്റെ തുടയുടെ തടം ദൈവം തൊട്ട് ഉളുക്കിപ്പോയി. യാക്കോബിന് നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, I will not let you go unless you bless me. തുടയുടെ തടം ഉളുക്കിക്കോട്ടെ, നടക്കാൻ ബുദ്ധിമുട്ടായിക്കോട്ടെ, പക്ഷെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇതാണ്. നടുവേദന ഉണ്ടായാലും കാൽമുട്ടിന്റെ വേദന അസഹനീയമായാലും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എൻ്റെ പ്രാർത്ഥന നിർത്തുകയില്ല. ലൈക്ക് Abraham, believe even if decades have passed and the Lord has not given the answer. അബ്രഹാമിനെ പോലെ നാം പ്രാർത്ഥിക്കണം. ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അത് നടന്നില്ല. എന്നിട്ടും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ചില വിഷയങ്ങൾ ഡെക്കേഡ്സ് കഴിഞ്ഞു കാണും, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു കാണും, വർഷങ്ങൾ കഴിഞ്ഞു കാണും. പക്ഷെ വിടരുത്, പ്രാർത്ഥനയിൽ തുടരുവാൻ നമുക്ക് സാധിക്കും. ലൈക്ക് ജോബ്, persevere in praising God no matter how heavy your predicament is. ഇയ്യോബിനെ പോലെ ജീവിതത്തിലെ വിഷമസ്ഥിതി എത്ര കഠിനമാണെങ്കിലും പെർസിസ്റ്റൻസോടുകൂടെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ലൈക്ക് ജീസസ്, pray with loud but meaningful cries and earnest tears. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, യാക്കോബ് തന്റെ ജീവിതത്തിൽ കാണിച്ച പ്രാർത്ഥനയുടെ സ്ഥൈര്യം, അബ്രഹാം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന്റെ അടയാളം, അതിന്റെ ഓർമ്മ, തന്റെ തുടയുടെ തടം ഉളുക്കിയിട്ടും ദൈവത്തെ വിടാതെ മുറുകെ പിടിച്ച യാക്കോബിന്റെ അനുഭവം, ശരീരം മുഴുവൻ വ്രണം വന്ന് മൂടിയിട്ടും ദൈവത്തെ ത്യജിക്കാതെ പ്രാർത്ഥിച്ച ഇയ്യോബിന്റെ മാതൃക, തന്റെ പിതാവിനോട് നിലവിളിയോടെ പ്രാർത്ഥിച്ച ക്രിസ്തുവിന്റെ മാതൃക നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. Pray without ceasing. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. Our prayers must be God-centered. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ കേന്ദ്രീകൃതം ആയിരിക്കും. Our prayers must be rooted in faith. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തിൽ വേരൂന്നിയ പ്രാർത്ഥനകൾ ആയിരിക്കണം. Our prayers must be unceasing. നമ്മുടെ പ്രാർത്ഥനകൾ ഇടതടവില്ലാതെ മുടക്കമില്ലാതെ ഉള്ളത് ആയിരിക്കണം. ഇങ്ങനെയൊരു കോട്ട് ഉണ്ട് പ്രാർത്ഥനയെ കുറിച്ച്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. No man or woman is greater than his or her prayer life. ലോകത്തിൽ ഒരു മനുഷ്യനും തന്റെ പ്രാർത്ഥനയേക്കാൾ വലിയവൻ വലിയവൾ അല്ല. No man is greater than his prayer life. തുടർന്ന് അദ്ദേഹം പറയുന്നത്, the pastor who is not praying is playing. പ്രാർത്ഥിക്കാത്ത അച്ഛൻ, പ്രാർത്ഥിക്കാത്ത പാസ്റ്റർ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് പ്ലേയിങ്. പ്ലേയിങ് എന്ന ഇംഗ്ലീഷ് വാക്കിന് മലയാളത്തിൽ പല അർത്ഥങ്ങളുണ്ട്. അതിൽ 2 അർത്ഥങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, നടിക്കുക എന്നാണ്, പ്രിട്ടൻഷൻ. മറ്റൊരർത്ഥം വഞ്ചനാപരമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥിക്കാത്ത പാതിരി
നടിക്കുന്നയാളാണ്, വഞ്ചനാപരമായി പ്രവർത്തിക്കുന്ന ആളാണ്. The people who are not praying are straying. പ്രാർത്ഥിക്കാത്ത ജനങ്ങൾ, straying എന്ന് പറഞ്ഞാൽ വഴിതെറ്റുക എന്നാണ്. പ്രാർത്ഥിക്കാത്ത ജനങ്ങൾ, വിശ്വാസികൾ വഴിതെറ്റിപ്പോകും. We have many organizers but few agonizers. നമുക്ക് ഒരുപാട് സംഘാടകരുണ്ട്, എന്നാൽ വേദനപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. Many players and payers, few prayers. ഒരുപാട് അഭിനേതാക്കൾ, കളിക്കാരുണ്ട്, ഒരുപാട് ദാതാക്കളുണ്ട്, പ്ലേയേഴ്സ് ആൻഡ് പേയേഴ്സ്, ബട്ട് ഫ്യൂ പ്രേയേഴ്സ്. പ്രാർത്ഥിക്കുന്നവർ ചുരുക്കം. ലോഡ്സ് ഓഫ് പാസ്റ്റേഴ്സ്, ഫ്യൂ റെസ്ലേഴ്സ്. ഒരുപാട് നേതാക്കളുണ്ട്, എന്നാൽ ദൈവസന്നിധിയിൽ മല്ല് പിടിക്കുന്നവരുടെ എണ്ണം, റെസ്ലി ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. Many fears, few tears. ഒരുപാട് ആളുകൾക്ക് ഭയമുണ്ട്, എന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ ചുരുക്കമാണ്. Many interferers, few intercessors. വേണ്ടുന്നതും വേണ്ടാത്തതുമായ കാര്യങ്ങളിൽ തലയിട്ട് പരകാര്യത്തിൽ ഇടപെടുന്ന ഇന്റർഫിയറേഴ്സ് ഒരുപാടുണ്ട്, എന്നാൽ intercessors are few. ദൈവസന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ലേനാർഡ് റവൻഹിൽ എന്ന ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് നൽകുന്ന നിർവചനമാണ് ഇത്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. No man is greater than his prayer life. No woman is greater than her prayer life. നമ്മുടെ പ്രാർത്ഥന വളരെയധികം ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കപ്പെടുക, ദൈവം മറികടന്നു പോകാത്ത പ്രാർത്ഥനകളായിട്ട് തീരട്ടെ. ദൈവത്തിൽ കേന്ദ്രീകരിച്ച് വിശ്വാസത്തിൽ വേരൂന്നി മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.